Welcome to the second class of Plus 2 Accountancy, Chapter 2, Accounting for Partnership, Basic Concepts. എല്ലാവർക്കും രണ്ടാം വർഷ അക്കൗണ്ടൻസി രണ്ടാം പാഠം അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പ് ബേസിക് കോൺസെപ്റ്റ്സ് എന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് പാർട്ട്ണർഷിപ്പിൻ്റെ മീനിങ്, അതിൻ്റെ ഡെഫിനിഷൻ, ഫീച്ചേഴ്സ്, അതുപോലെ പാർട്ട്ണർഷിപ്പ് ഡീഡ്, അതിൻ്റെ കണ്ടൻസ് ആൻഡ് ദ റൂൾസ് വിച്ച് ആർ ആപ്ലിക്കബിൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നതിനെ പറ്റിയാണ്. എന്താണ് ക്യാപിറ്റൽ അക്കൗണ്ട്സ്? നമുക്കറിയാം അല്ലേ? ഒരു ബിസിനസ്സിൽ അതിൻ്റെ ഓണറെ പ്രതിനിധീകരിക്കുന്ന അക്കൗണ്ടാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. പ്ലസ് വണ്ണിൽ നമ്മൾ പഠിച്ചു ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ അക്കൗണ്ടുകൾ എങ്ങനെ തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ക്വസ്റ്റ്യൻ ആദ്യത്തെ ട്രാൻസാക്ഷനായിട്ട് വരുന്നത് കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് അല്ലേ? ഇപ്പോൾ നമ്മൾ ജേർണൽ എൻട്രി എഴുതും, ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ പാർട്ട്ണർഷിപ്പാണ്, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് അല്ല അല്ലേ? പാർട്ട്ണർഷിപ്പിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു പാർട്ട്ണർഷിപ്പിൽ മിനിമം 2 പാർട്ട്നേഴ്സെങ്കിലും ഉണ്ടാവും. പാർട്ട്നേഴ്സ് എല്ലാവരും പാർട്ട്ണർഷിപ്പിൻ്റെ ഓണേഴ്സാണ്. അപ്പോൾ ഓരോ പാർട്ട്ണർക്കും ഓരോ ക്യാപിറ്റൽ അക്കൗണ്ട് വേണം. അതാണൊരു വ്യത്യാസം. സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ ആകെ ഒരു ക്യാപിറ്റലേ ഉള്ളൂ, കാരണം അവിടെ ഒരു ഓണർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പാർട്ട്ണർഷിപ്പിൽ ഓരോ പാർട്ട്ണർക്കും ഓരോ ക്യാപിറ്റൽ അക്കൗണ്ട് വേണം, കാരണം എല്ലാവരും ഓണേഴ്സാണ്. അപ്പോൾ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട്സിൽ എന്തൊക്കെയാണ് റെക്കോർഡ് ചെയ്യുന്നത്, എന്തൊക്കെ ഐറ്റംസാണ് രേഖപ്പെടുത്തുന്നത്? ക്യാപിറ്റൽ അക്കൗണ്ട് റെക്കോർഡ്സ് ഓൾ ട്രാൻസാക്ഷൻസ് റിലേറ്റഡ് ടു ദ പാർട്ട്ണർ. ഒരു പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആ പാർട്ട്ണറുമായി ബന്ധപ്പെട്ട എല്ലാ ട്രാൻസാക്ഷൻസും രേഖപ്പെടുത്തും അല്ലേ? എന്തൊക്കെയായിരിക്കും ആ ട്രാൻസാക്ഷൻസ്, അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും ആ ഐറ്റംസ്? അയാൾ കൊണ്ടുവന്ന ക്യാപിറ്റൽ എമൗണ്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ ബാലൻസ് അതിൻ്റെ അകത്തുണ്ടാവും. അതുപോലെ ക്യാപിറ്റൽ അഡീഷണലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ആ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ രേഖപ്പെടുത്തും. അതുപോലെ ക്യാപിറ്റൽ പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ പെർമനൻറ്റ് വിത്ഡ്രോവൽ ഓഫ് ക്യാപിറ്റൽ കുറവ് വരുത്തിയിട്ടുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും അയാൾ കൊണ്ടുവന്ന ക്യാപിറ്റൽ ഒരു ഭാഗം തിരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് വിത്ഡ്രോവൽ ഓഫ് ക്യാപിറ്റൽ. അതുപോലെ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പാർട്ട്ണർ ഫേമിൽ നിന്ന് പണമോ ഗുഡ്സോ അയാളുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി പിൻവലിക്കുമ്പോൾ അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഷെയർ ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഷെയർ ഓഫ് ലോസ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി ഓഫ് പാർട്ട്നേഴ്സ്, കമ്മീഷൻ ഓഫ് പാർട്ട്നേഴ്സ്, ഇങ്ങനെയുള്ള ഐറ്റംസാണ് സാധാരണഗതിയിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ രേഖപ്പെടുത്തുന്നത്. സോ ഇറ്റ് റെക്കോർഡ്സ് ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ബ്രോട്ട് ഇൻ, വിത്ഡ്രോവൽ ഓഫ് ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓർ ഷെയർ ഓഫ് ലോസ്, interest on capital and interest on drawings, salary or commission of partners, etc. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഓരോ പാർട്ട്ണർക്കും ഓരോ ക്യാപിറ്റൽ അക്കൗണ്ട് ഫേമിൽ നിർബന്ധമായും ഉണ്ടായിരിക്കണം. പിന്നെ പാർട്ട്ണർഷിപ്പ് ഫേം സെപ്പറേറ്റ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻഡ് ഫോർ ഈച്ച് പാർട്ട്ണർ. പാർട്ട്ണർഷിപ്പിൽ 2 രീതിയിൽ ക്യാപിറ്റൽ അക്കൗണ്ട്സ് തയ്യാറാക്കും. There are 2 methods of മെയിൻറ്റെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്സ്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ ഒരു രീതിയുള്ളായിരുന്നു അല്ലേ? പക്ഷേ ഇവിടെ 2 രീതികളുണ്ട്. ഒന്ന് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്, 2 ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. ഒന്ന് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്, അതായത് ഓരോ പാർട്ട്ണർക്കും ഒരു അക്കൗണ്ട് വീതം ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ. രണ്ടാമത്തെ മെത്തേഡ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്, ഓരോ പാർട്ട്ണർക്കും
2 അക്കൗണ്ടുകൾ വീതം, ഒരു ക്യാപിറ്റൽ അക്കൗണ്ടും ഒരു കറണ്ട് അക്കൗണ്ടും. നമുക്ക് എന്താണ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് നോക്കാം. ഫ്ലക്ച്വേറ്റിംഗ് എന്ന വാക്കിൻ്റെ അർത്ഥം ചേഞ്ചിങ് എന്നാണ്. മാറ്റം വന്നുകൊണ്ടിരിക്കുക, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് ഫ്ലക്ച്വേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ഓരോ പാർട്ട്ണർക്കും ഒരു അക്കൗണ്ട് വീതമാണ് തയ്യാറാക്കുന്നത്. അതായത് ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമാണ് തയ്യാറാക്കുന്നത്. സോ അണ്ടർ ദിസ് മെത്തേഡ് only one account, that is capital account, is prepared or maintained for each partner. Okay. അപ്പോൾ എല്ലാ ഐറ്റംസും, ആ പാർട്ട്ണറുമായി ബന്ധപ്പെടുന്ന എല്ലാ ട്രാൻസാക്ഷൻസും, എല്ലാ ഐറ്റംസും എവിടെ റെക്കോർഡ് ചെയ്യും? ആ ക്യാപിറ്റൽ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യും. 2 തരം ഐറ്റംസ് ആണുള്ളത്. ഒന്ന് എല്ലാ വർഷവും ആവർത്തിക്കുന്ന ഐറ്റംസ്, അതാണ് ഇയർലി അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ഈ വർഷം തോറും ആവർത്തിക്കുന്ന ഐറ്റംസ് ഏതൊക്കെയാണ്? ഷെയർ ഓഫ് പ്രോഫിറ്റ്, ഷെയർ ഓഫ് ലോസ്, ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അങ്ങനെയുള്ള ഐറ്റംസ്. ഓക്കെ, അത് ക്യാപിറ്റൽ അക്കൗണ്ട് റെക്കോർഡ് ചെയ്യും. ഓൾ ഇയർലി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ലൈക്ക് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്, ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്, സാലറി ഓർ കമ്മീഷൻ ഓഫ് പാർട്ട്നേഴ്സ് എക്സെട്ര ആർ റെക്കോർഡഡ് ഇൻ ദ ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെയാണ് ഈ ഐറ്റംസും റെക്കോർഡ് ചെയ്യുന്നത്. അതുപോലെ അപൂർവമായി സംഭവിക്കുന്ന ചില ട്രാൻസാക്ഷൻസ് ഉണ്ട്. ഒന്ന്, അഡീഷണലായിട്ട് കുറച്ച് ക്യാപിറ്റൽ പാർട്ട്ണർ കൊണ്ടുവരുന്നു. 2, ഉള്ള ക്യാപിറ്റൽ ഒരു ഭാഗം അയാൾ പിൻവലിക്കുന്നു, പെർമനൻ്റായിട്ട് തിരിച്ചെടുക്കുന്നു. ഈ 2 ട്രാൻസാക്ഷൻസും അതുണ്ടാവുകയാണെങ്കിൽ ആ ട്രാൻസാക്ഷൻസും എവിടെ റെക്കോർഡ് ചെയ്യും? ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെ റെക്കോർഡ് ചെയ്യും. അഡീഷണൽ ക്യാപിറ്റൽ ബ്രോട്ട് ഇൻ ആൻഡ് പെർമനൻറ്റ് വിത്ഡ്രോവൽ ഓഫ് ക്യാപിറ്റൽ ആർ ഓൾസോ റെക്കോർഡഡ് ഇൻ ദ ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? As all adjustments are recorded in the capital account, the balance of capital account will fluctuate or change from time to time. ഇനി ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് ഏത് മെത്തേഡെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഏത് മെത്തേഡാണ് ഫോളോ ചെയ്യേണ്ടത്, ഏത് മെത്തേഡാണ് ഉപയോഗിക്കേണ്ടത്? ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. In the absence of specific instruction in the question, capital accounts must be prepared under fluctuating capital method. Okay, ആ കാര്യം എപ്പോഴും ഓർത്തിരിക്കുക. ഒരു ക്വസ്റ്റ്യനിൽ പ്രിപ്പയർ ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഏത് മെത്തേഡാണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ, ഫിക്സഡ് ആണോ അല്ലെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് ആണോ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ലെങ്കിൽ ഏത് ഉപയോഗിച്ചാൽ മതി? ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ഉപയോഗിച്ചാൽ മതി. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ എങ്ങനെയാണ് ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുന്നത് എന്നാണ്. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാം. ക്യാപിറ്റൽ അക്കൗണ്ട് അണ്ടർ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന ഹെഡിങ് കൊടുക്കുന്നു. ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ് അടയാളപ്പെടുത്തുന്നു. പർട്ടിക്കുലർസ് കോളവും എമൗണ്ട് കോളവും വരയ്ക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടാണ്. ഓരോ പാർട്ട്ണർക്കും ഇതുപോലെ നമ്മൾ തയ്യാറാക്കണം. ഉദാഹരണത്തിന് ആൻ്റണിയുടെ ക്യാപിറ്റൽ ആണെങ്കിൽ ആൻ്റണീസ് ക്യാപിറ്റൽ അക്കൗണ്ട്, ബഷീറിൻ്റെ ആണെങ്കിൽ ബഷീർസ് ക്യാപിറ്റൽ അക്കൗണ്ട്, അങ്ങനെ സെപ്പറേറ്റ് അക്കൗണ്ടുകൾ നമ്മൾ തയ്യാറാക്കണം. ഓക്കെ, ഇനി നമ്മൾ ആദ്യം എഴുതുന്നത് എന്താണ്? ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസ് ആണ്. അതായത് കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് ഈ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യും. ക്യാപിറ്റൽ അക്കൗണ്ടിന് സാധാരണഗതിയിൽ ക്രെഡിറ്റ് ബാലൻസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഒന്നാമത്തെ ഐറ്റം നമ്മൾ എഴുതും ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ. ബ്രാക്കറ്റിൽ നമുക്ക് മനസ്സിലാൻ വേണ്ടി എഴുതിയതാണ് ഓപ്പണിംഗ് ബാലൻസ് ആണ്. അപ്പോൾ ഇതൊരു പുതിയ സ്ഥാപനമാണ്, ഈ വർഷമാണ് ഈ ബിസിനസ് തുടങ്ങിയതെങ്കിൽ ഈ ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ ഉണ്ടാവില്ല, അല്ലേ? ബൈ ക്യാഷ് അല്ലെങ്കിൽ ബൈ ബാങ്ക് ഉണ്ടാവാം. അപ്പോൾ രണ്ടാമത്തെ ഐറ്റം ബൈ ക്യാഷ് ഓർ ബൈ ബാങ്ക്. ഇത് 2 സാഹചര്യത്തിൽ ഇത് വരാം. ഒന്ന്, ഈ വർഷമാണ് ബിസിനസ് തുടങ്ങിയതെങ്കിൽ ബൈ ബാലൻസിന് പകരം ബൈ ക്യാഷ് അല്ലെങ്കിൽ ബൈ ബാങ്ക് എന്ന് വരും. അതുപോലെ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ കുറച്ചുകൂടി ക്യാപിറ്റൽ പാർട്ട്ണർ കൊണ്ടുവരികയാണെങ്കിൽ ആ സമയത്തും ബൈ ക്യാഷ് അല്ലെങ്കിൽ ബൈ ബാങ്ക് എന്ന ജേർണൽ എൻട്രി നമ്മൾ പോസ്റ്റ് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത ഐറ്റം എന്താണെന്ന് നോക്കാം. എന്താണ്?
ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ട്നേഴ്സിന് പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രകാരം ക്യാപിറ്റലിന് പലിശ ലഭിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അത് ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുന്നു. വീണ്ടും പാർട്ട്നേഴ്സിന് പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രകാരം പ്രതിഫലമായി സാലറി ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും. അതുപോലെ പാർട്ട്ണർക്ക് കമ്മീഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അതും ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും. വീണ്ടും പാർട്ട്ണർക്ക് ഈ വർഷത്തെ പ്രോഫിറ്റിൻ്റെ ഷെയർ ലഭിക്കുന്നുണ്ടെങ്കിൽ, ഈ വർഷം നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായി, അതിൽ നിന്ന് പാർട്ട്ണർക്ക് ഷെയർ ലഭിക്കുന്നുണ്ടെങ്കിൽ അതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ബ്രാക്കറ്റിൽ ഷെയർ ഓഫ് പ്രോഫിറ്റ്. പാർട്ട്നേഴ്സിന് പ്രോഫിറ്റ് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് നേരിട്ടല്ല, അതിന് ഒരു എക്സ്ട്രാ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ വെച്ചാണ് പാർട്ട്നേഴ്സിന് പ്രോഫിറ്റ് വീതിച്ച് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് എഴുതാൻ കാരണം. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നത്. അപ്പോൾ ഈ ഐറ്റംസിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഐറ്റംസ് എഴുതുമ്പോൾ, ക്രെഡിറ്റ് സൈഡിലുള്ള ഐറ്റംസ് എഴുതുമ്പോൾ ക്യാപിറ്റൽ ബാലൻസിന് എന്ത് സംഭവിക്കും? കൂടുമോ കുറയുമോ? കൂടും അല്ലേ? അപ്പോൾ ഈ ക്യാപിറ്റൽ ബാലൻസിനെ വർദ്ധിപ്പിക്കുന്ന കൂട്ടുന്ന ഐറ്റംസ് ആണ് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നത്. അപ്പോൾ കുറയ്ക്കുന്ന ഐറ്റംസോ, പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ കുറച്ച് കൊണ്ടിരുന്ന ഡ്രോയിങ്സ് അങ്ങനെയുള്ള ഐറ്റംസ് അവിടെ റെക്കോർഡ് ചെയ്യും. അത് ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും. ഇനി നമുക്ക് ഡെബിറ്റ് സൈഡിലേക്ക് പോവാം. ഡെബിറ്റ് സൈഡിൽ ഫസ്റ്റ് ഐറ്റം നമ്മൾ പറഞ്ഞു, ക്യാപിറ്റൽ പിൻവലിക്കുന്ന സാഹചര്യമുണ്ടായാൽ, അതായത് ഒരു പാർട്ട്ണർ അയാൾ കൊണ്ടുവന്ന ക്യാപിറ്റലിൽ ഒരു ഭാഗം തിരിച്ചെടുക്കുകയാണെങ്കിൽ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി എഴുതും? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് അല്ലേ? ആ ചെയ്യാനായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യും. അതാണ് ഡെബിറ്റ് സൈഡിലെ ഒന്നാമത്തെ ഐറ്റം. പെർമനൻറ്റ് വിത്ഡ്രോവൽ ഓഫ് ക്യാപിറ്റൽ, ക്യാപിറ്റൽ സ്ഥിരമായിട്ട് പിൻവലിക്കുകയാണെങ്കിൽ അത് ക്യാപിറ്റലിൽ നിന്ന് കുറയേണ്ടത് കൊണ്ട് അത് ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തും. രണ്ടാമത്തത് ഡ്രോയിങ്സ്. എന്താണ് ഡ്രോയിങ്സ്? നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പേഴ്സണൽ യൂസിന് വേണ്ടി ഫേമിൻ്റെ പണമോ ഗുഡ്സോ ഒരു പാർട്ട്ണർ എടുക്കുകയാണെങ്കിൽ അതാണ് ഡ്രോയിങ്സ്. ആ ഡ്രോയിങ്സ് ക്യാപിറ്റലിൽ നിന്ന് കുറയേണ്ട ഐറ്റമാണ്, അതുകൊണ്ട് ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും. ഇനി ആ ഡ്രോയിങ്സിന് ഇൻട്രസ്റ്റ് ഈടാക്കുന്നുണ്ടെങ്കിൽ അതും ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും. അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നെറ്റ് ലോസ് ആണ് കിട്ടിയത് എങ്കിൽ ആ നെറ്റ് ലോസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് എടുക്കുകയും അവിടെ വെച്ച് ആ നെറ്റ് ലോസ് എല്ലാ പാർട്ട്നേഴ്സിനും വീതിച്ചു കൊടുക്കുകയും ചെയ്യും. ഓക്കെ, അതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ബ്രാക്കറ്റിൽ ഷെയർ ഓഫ് ലോസ് എന്ന് ഡെബിറ്റ് സൈഡിൽ എഴുതാൻ കാരണം. അപ്പോൾ അതും എന്ത് ചെയ്യുന്നുണ്ട്? പാർട്ട്ണറുടെ ക്യാപിറ്റൽ ബാലൻസിനെ കുറയ്ക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഒരേ വർഷം തന്നെ ഷെയർ ഓഫ് പ്രോഫിറ്റും ഷെയർ ഓഫ് ലോസും ഒന്നിച്ച് വരില്ല. അതുകൊണ്ടാണ് നമ്മളത് രണ്ട് കളറിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതുപോലെ വേറെ രണ്ട് ഐറ്റംസ് കളർ മാറ്റി കൊടുത്തിരിക്കുന്നത് അത് അപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളായതുകൊണ്ടാണ്. ഓക്കെ, ഇനി നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യും. ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. ക്രെഡിറ്റ് സൈഡ് ടോട്ടലാണ് നോർമലി കൂടുതൽ വരിക. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ ബാലൻസ് ക്യാരി ഡൗൺ, ക്ലോസിംഗ് ബാലൻസ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ബ്രാക്കറ്റ് എഴുതിയിട്ടുണ്ട്. ഇതാണ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന രീതി. ഏത് മെത്തേഡിൽ? ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ. അപ്പോൾ ഇതിൽ എല്ലാ ഐറ്റംസും, പാർട്ട്ണറുമായി ബന്ധപ്പെട്ട എല്ലാ ഐറ്റംസും ഒറ്റ അക്കൗണ്ടിൽ, അതായത് ഓരോ പാർട്ട്ണറുടെയും ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുന്നത് കൊണ്ട് തന്നെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും തമ്മിൽ വ്യത്യാസമുണ്ടാവും, ചേഞ്ച് ഉണ്ടാവും, അല്ലെങ്കിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, ഫ്ലക്ച്വേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഈ മെത്തേഡിനെ ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. അനു ആൻഡ് ബിനു are partners sharing profits and losses equally. From the following details, prepare their capital accounts under fluctuating capital method for the year ending 31/12/2019. 2019 ഡിസംബർ 31 അവസാനിച്ച അക്കൗണ്ടിങ് ഇയറിലെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പാർട്ട്നേഴ്സ് ആരൊക്കെയാണ്? അനു, ബിനു. പ്രോഫിറ്റ് ആൻഡ് ലോസ് എങ്ങനെ ഷെയർ ചെയ്യുന്നു? ഈക്വലി. ഇനി അതിൻ്റെ ഐറ്റംസിലേക്ക് പോവാം. ക്യാപിറ്റൽ ബാലൻസ് 1,119, അനു 2,50,000, ബിനു 1,50,000. അഡീഷണൽ ക്യാപിറ്റൽ ബ്രോട്ട് ഇൻ ഓൺ 1/7/19, 1/7/2019 അവർ രണ്ടുപേരും
ഫ്രഷ് ക്യാപിറ്റൽ, പുതുതായി ക്യാപിറ്റൽ കൊണ്ടുവന്നു, അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നു 50,000 30,000. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ രണ്ടുപേർക്കും 6% per annum ഉണ്ട്. ഡ്രോയിങ്സ് 5,000 3,000 ഉണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 500 rupees 300 rupees ഉണ്ട്. സാലറി അനുവിന് മാത്രമേ ഉള്ളൂ 12,000, ബിനുവിനില്ല. കമ്മീഷൻ 25,000 20,000. ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ 40,000 40,000. ഇത്രയും ഐറ്റംസ് ആണ് ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ നമ്മളൊന്ന് വിശകലനം ചെയ്യണം അല്ലേ. ഈ ക്വസ്റ്റ്യൻ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കണം അല്ലേ. അപ്പോൾ എന്താണ് തന്നിരിക്കുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നോക്കുക, ഓപ്പണിംഗ് ബാലൻസിലാണ് സാധാരണഗതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓപ്പണിംഗ് ബാലൻസ് ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ 100 അല്ലേ. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട്. അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ, രണ്ടുപേരും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരുടെയും അഡീഷണൽ ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റും കൂടി കണ്ടുപിടിക്കണം. ഓപ്പണിംഗ് ബാലൻസിൻ്റെ ഒരു വർഷത്തെ ഇൻട്രസ്റ്റും അഡീഷണൽ ക്യാപിറ്റലിൻ്റെ എന്ന് മുതലാണോ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നത് അന്ന് മുതൽ അക്കൗണ്ടിങ് ഇയറിൻ്റെ അവസാനത്തെ ഡേറ്റായ 31/12/2019 വരെയുള്ള ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ച് അത് രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് അനുവിൻ്റെയും ബിനുവിൻ്റെയും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ രണ്ട് ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലേ. ഓപ്പണിംഗ് ബാലൻസ് ഇൻട്രസ്റ്റ് ഉണ്ട്, അഡീഷണൽ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വർക്കിംഗ് നോട്ട് നമ്മൾ തയ്യാറാക്കണം അല്ലേ, അത് ക്ലിയർ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടി. അപ്പോൾ വർക്കിംഗ് നോട്ട് ഓൺ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഷുഡ് ബി കാൽക്കുലേറ്റഡ് ഫോർ ഫുൾ ഇയർ ഓൺ ഓപ്പണിംഗ് ബാലൻസ് ആൻഡ് ഫോർ 6 months, that is from 1/7/19 to 31/12/19 on additional capital for both partners. ഇവിടെ രണ്ട് പാർട്ട്നേഴ്സിനും അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ട്. അത് രണ്ടുപേരും ഒരേ ഡേറ്റിലാണ് അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നത്. 1/7/19 മുതൽ 1/12/19 വരെ, അതായത് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ 6 മാസമുണ്ട്. അപ്പോൾ അഡീഷണൽ ക്യാപിറ്റലിൻ്റെ 6 മാസത്തെ പലിശ, ഓപ്പണിംഗ് ക്യാപിറ്റൽ ആദ്യം മുതൽ അവസാനം വരെ ഉണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു വർഷത്തെ മുഴുവൻ പലിശ, അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അനുവിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാം. അനു ആദ്യം നമ്മൾ ബ്രാക്കറ്റിൽ ഓപ്പണിംഗ് ബാലൻസ് എത്രയാണ് അനുവിൻ്റെ 2,50,000 ഇൻറ്റു 6/100. ഏതാണ് 6? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6% എന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ അഡീഷണൽ ക്യാപിറ്റൽ അത് 50,000 ആണ് കൊണ്ടുവന്ന് ഇൻറ്റു 6/100, അത് പെർസെൻറ്റേജ് ആണ്, ഇൻറ്റു 6/12. എന്താണ് 6/12? 6 മാസത്തെ പലിശ. ഓക്കെ, അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് അത് രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? അനുവിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടുന്നത്. അപ്പോൾ 2,50,000 ഇൻറ്റു 6/100, അതിൻ്റെ ആൻസർ 15,000 കിട്ടും. 50,000 ഇൻറ്റു 6/100 ഇൻറ്റു 6/12, അതിൻ്റെ ആൻസർ 1,500 കിട്ടും. അങ്ങനെ ടോട്ടൽ അനുവിൻ്റെ ഈ വർഷത്തെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 16,500. മനസ്സിലായില്ലേ? ഇനി ബിനുവിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് നോക്കുക, 1,50,000 അതിന് 6% ഇൻറ്റു 6/100 പ്ലസ് ബ്രാക്കറ്റിൽ അയാൾ കൊണ്ടുവന്ന അഡീഷണൽ ക്യാപിറ്റൽ 30,000 സെയിം ഡേറ്റിലാണ് കൊണ്ടുവന്നത്. അപ്പോൾ 6/100 ഇൻറ്റു 6/12, 30,000 ഇൻറ്റു 6/100 ഇൻറ്റു 6/12, 6 മാസം. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്പണിംഗ് ബാലൻസിൻ്റെ 1,50,000ൻ്റെ 6% 9,000 പ്ലസ് അഡീഷണൽ ക്യാപിറ്റലിൻ്റെ 30,000 അതിൻ്റെ 6 മാസത്തെ പലിശ, അത് 900 rupees 900 രൂപയാണ്. അപ്പോൾ ആകെ രണ്ടും കൂടെ കൂട്ടുമ്പോൾ അയാളുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 9,900 rupees വരും. ഓക്കെ, ഇനി നമുക്കിവിടെ അഡീഷണൽ ക്യാപിറ്റൽ തന്നിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഓപ്പണിംഗ് ബാലൻസിൻ്റെ മാത്രം ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. ഇനി നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട്സ് വരയ്ക്കുന്നു. ഇവിടെ രണ്ട് പാർട്ട്നേഴ്സാണ് നമുക്കുള്ളത്. ഇപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കാം. അതായത് ഒന്നുകിൽ അനുവിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ആദ്യം ചെയ്യുന്നു, ബിനുവിൻ്റെ രണ്ടാമത് ചെയ്യുന്നു. അപ്പോൾ രണ്ട് അക്കൗണ്ട് നമ്മൾ വരയ്ക്കേണ്ടി വരും. അപ്പോൾ കുറച്ചും കൂടി എളുപ്പം കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ പാർട്ട്ണർക്കും ഓരോ എമൗണ്ട് കോളം വീതം ഉള്ള ഒറ്റ അക്കൗണ്ട് വരയ്ക്കുന്നു. അപ്പോൾ കോളം ഹെഡിങ് ശ്രദ്ധിക്കുക. പർട്ടിക്കുലേഴ്സ് കോളം, അനുവിൻ്റെ എമൗണ്ട് കോളം, ബിനുവിൻ്റെ എമൗണ്ട് കോളം. വീണ്ടും ക്രെഡിറ്റ് സൈഡിൽ പർട്ടിക്കുലേഴ്സ് കോളം, അനുവിൻ്റെ എമൗണ്ട് കോളം, ബിനുവിൻ്റെ എമൗണ്ട് കോളം. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ എളുപ്പമുണ്ട് അല്ലേ. അപ്പോൾ
അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കോളത്തിൽ എമൗണ്ട് എഴുതുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കോമൺ ഹെഡിങ് കൊടുക്കുന്നു. എന്താണ്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്സ്. ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ് അടയാളപ്പെടുത്തുന്നു. ഓരോ എമൗണ്ട് കോളത്തിനും പാർട്ട്ണറുടെ പേര് ക്രമത്തിൽ കൊടുക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ നോക്കുന്നു. ക്വസ്റ്റ്യനിൽ നിന്ന് ഐറ്റംസ് എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു. ക്രെഡിറ്റ് സൈഡിൽ പോകേണ്ട ഐറ്റംസ് ക്രെഡിറ്റ് സൈഡിലും, ഡെബിറ്റ് സൈഡിൽ പോകേണ്ട ഐറ്റംസ് ഡെബിറ്റ് സൈഡിലും പോസ്റ്റ് ചെയ്ത് ബാലൻസ് കണ്ടുപിടിക്കുന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ക്വസ്റ്റ്യൻ നോക്കി ഓരോ ഐറ്റംസും എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു. ഫസ്റ്റ് ഐറ്റം ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്. ഏത് സൈഡിൽ എഴുതും? ക്രെഡിറ്റ് സൈഡിൽ എഴുതും. ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ. അനുവിൻ്റെ കോളത്തിൽ അനുവിൻ്റെ എമൗണ്ടും 2,50,000. ബിനുവിൻ്റെ കോളത്തിൽ ബിനുവിൻ്റെ എമൗണ്ട് 1,50,000. ഓക്കെ, ഓപ്പണിംഗ് ബാലൻസ് ആണ് എഴുതിയിരിക്കുന്നത്. വീണ്ടും അടുത്തത് അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ? ബൈ ക്യാഷ് അക്കൗണ്ട് അഡീഷണൽ ക്യാപിറ്റൽ മനസ്സിലാകാൻ വേണ്ടി അഡീഷണൽ ക്യാപിറ്റൽ. അനുവിൻ്റേത് 50,000, ബിനുവിൻ്റേത് 30,000 അല്ലേ? പിന്നെ ക്വസ്റ്റ്യനിൽ അടുത്ത ഐറ്റം ഏതാ തന്നിരിക്കുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അല്ലേ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ക്യാപിറ്റലിനടക്കം ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ആ എമൗണ്ട് എഴുതുന്നു. അനു 16,500, ബിനു 9,900. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ഐറ്റം ഏതാണ്? ഡ്രോയിങ്സ് ആണ് അല്ലേ? ഡ്രോയിങ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് കുറയേണ്ട ഐറ്റമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത് നമുക്കറിയാം. അപ്പോൾ ഡ്രോയിങ്സ് ഡെബിറ്റ് സൈഡിൽ അനുവിൻ്റെ 5,000, ബിനുവിൻ്റേത് 3,000. അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അതും ഡ്രോയിങ്സിനോടൊപ്പം ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 500 അനു, 300 ബിനു. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ വായിക്കുകയാണെങ്കിൽ അടുത്ത ഐറ്റം സാലറിയാണ്. പാർട്ട്ണറുടെ സാലറി ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ക്യാപിറ്റലിന് കൂടെ കൂടേണ്ട ഐറ്റമാണ്. അപ്പോൾ ബൈ സാലറി, സാലറി അനു 12,000, ബിനുവിന് ഇല്ല. അപ്പോൾ അവിടെ ഒരു വര ഇടുന്നു. ബിനുവിന് സാലറി ഇല്ല, അനുവിന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്തത് ബൈ കമ്മീഷൻ. കമ്മീഷൻ 2 പേർക്കുണ്ട് അല്ലേ? അനുവിന് 25,000ഉം ബിനുവിന് 20,000. ഇനി ഏതാണ്? ഷെയർ ഓഫ് പ്രോഫിറ്റ് ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ബ്രാക്കറ്റിൽ ഷെയർ ഓഫ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വെച്ചാണ് ഷെയർ ചെയ്യുന്ന, പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അതിൻ്റെ ഷെയർ തന്നിട്ടുണ്ട് 40,000 ഈച്ച്. 2 പേർക്കും 40,000. മനസ്സിലായല്ലോ? ഇപ്പോൾ ക്വസ്റ്റ്യനുള്ള എല്ലാ ഐറ്റംസും നമ്മൾ റെക്കോർഡ് ചെയ്തു എന്ന് ഉറപ്പാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യണമെങ്കിൽ ഏത് സൈഡാണ് കൂടുതൽ നോക്കി ആ സൈഡിൻ്റെ ടോട്ടൽ 2 സൈഡിലും എഴുതണം. നമുക്കറിയാം അല്ലേ? അപ്പോൾ ഓരോ കോളമായിട്ട് നമ്മൾ എടുക്കുന്നു. ഓക്കെ, അനുവിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഏത് സൈഡാണ് കൂടുതൽ? 2 പേരുടെയും ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ അല്ലേ? അപ്പോൾ അനുവിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ടോട്ടൽ ചെയ്യുന്നു. ക്രെഡിറ്റ് സൈഡ് 3,93,500 റുപ്പീസ് ടോട്ടൽ കിട്ടുന്നു അല്ലേ? ആ ടോട്ടൽ തന്നെ ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ 3,93,500ൽ നിന്ന് ഡെബിറ്റ് സൈഡിലുള്ള 5,000ഉം 500ഉം കുറയ്ക്കുന്നു അല്ലേ? അപ്പോൾ ബാലൻസ് കിട്ടുന്നു. ടു ബാലൻസ് ക്യാരി ഡൗൺ എഴുതും 3,88,000. ഓക്കെ, ഇനി ബിനുവിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ടോട്ടൽ ചെയ്യുന്നു. 2,49,900 റുപ്പീസ് ടോട്ടൽ കിട്ടുന്നു. ആ ടോട്ടൽ 2 സൈഡിലും എഴുതുന്നു. ഡെബിറ്റ് സൈഡിലേക്ക് എഴുതുന്നു. അവിടെ നിന്ന് ഡെബിറ്റ് സൈഡിൽ ബിനുവിൻ്റെ കോളത്തിലുള്ള 3,300, 3,000ഉം 300ഉം കുറച്ചാൽ 2,46,600 റുപ്പീസ് ബാലൻസ് ആയിട്ട് ലഭിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. ഓക്കെ, ഇനി ഒരു ഹോംവർക്കിന് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ തന്നെ ചെയ്ത് നോക്കണം.
Arun and Kiran are partners. From the following details, prepare their capital accounts under fluctuating capital method for the year ending 31/3/2020. അക്കൗണ്ടിങ് ഇയർ അവസാനിക്കുന്ന മാർച്ചിലാണ്. ആ കാര്യം ഓർത്തിരിക്കണം. അപ്പോൾ ക്യാപിറ്റൽ ബാലൻസ് 11 അല്ല 1/4/2019, 3,50,000, 2,50,000. അഡീഷണൽ ക്യാപിറ്റൽ ബ്രോട്ട് ഇൻ ഓൺ 1/7/19, 60,000, 40,000. അപ്പോൾ 1/7/19 ആണ് അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്ന ഡേറ്റ്. അപ്പോൾ എത്ര മാസമുണ്ട്? ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ അല്ല, വീണ്ടും ഉണ്ട്, മാർച്ച് വരെയാണ് അല്ലേ? ജനുവരി, ഫെബ്രുവരി, മാർച്ച്. എത്ര മാസമുണ്ട്? 9 മാസമുണ്ട്. ഒൻപത് മാസത്തെ ഇൻട്രസ്റ്റ് അതിൻ്റേത് കണ്ടുപിടിക്കണം. ഓക്കെ, കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഇത്രയായിരുന്നു, 6 മാസത്തെ പലിശയായിരുന്നു നമ്മൾ കണ്ടുപിടിക്കുന്നത് അഡീഷണൽ ക്യാപിറ്റലിൽ. ഇവിടെ വ്യത്യാസമുള്ളത് 9 മാസത്തെ പലിശ കണ്ടുപിടിക്കണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 8% പെർ ആനം രണ്ടുപേർക്കും. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓപ്പണിംഗ് ബാലൻസിൻ്റെ 8% കണ്ടുപിടിക്കണം, പ്ലസ് അഡീഷണൽ ക്യാപിറ്റലിൻ്റെ 8% ഇൻറ്റു 9/12, 6/12 അല്ല 9/12. ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, സാലറി അരുണിനില്ല, കിരണിന് മാത്രമേ ഉള്ളൂ, ഓർത്തിരിക്കണം. കമ്മീഷൻ രണ്ടുപേർക്കുമുണ്ട്. ഷെയർ ഓഫ് പ്രോഫിറ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നേരിട്ട് ആ എമൗണ്ടുകൾ എഴുതി ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കി നോക്കണം. അടുത്തതായി നമ്മൾ കാണുന്നത് രണ്ടാമത്തെ മെത്തേഡ്, അതായത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. ഓക്കെ, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ ബാലൻസ് സ്ഥിരമായിട്ട് നിൽക്കും. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ വിളിക്കുന്നത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. അപ്പോൾ വർഷം തോറുമുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ്, അതായത് സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇതൊന്നും റെക്കോർഡ് ചെയ്യില്ലേ? റെക്കോർഡ് ചെയ്യും. ഇയർലി അഡ്ജസ്റ്റ്മെൻറ്റ്സ് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി മറ്റൊരു അക്കൗണ്ട് നമ്മൾ തയ്യാറാക്കും. അതുകൊണ്ടാണ് ക്യാപിറ്റൽ അക്കൗണ്ട് ഫിക്സഡ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ രണ്ടാമത് നമ്മൾ തയ്യാറാക്കുന്ന അക്കൗണ്ടാണ് കറണ്ട് അക്കൗണ്ട്. അപ്പോൾ ഓരോ പാർട്ട്ണർക്കും 2 അക്കൗണ്ടുകളാണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. സോ അണ്ടർ ദിസ് മെത്തേഡ് 2 accounts, that is capital account and current account, are maintained for each partner. ഈ മെത്തേഡിൽ എത്ര അക്കൗണ്ട് ഉണ്ട്? ഓരോ പാർട്ട്ണർക്കും 2 അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഒന്ന് അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ട്, 2 പാർട്ട്ണറുടെ കറണ്ട് അക്കൗണ്ട്. ഓക്കെ, ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് എന്ത് സംഭവിക്കും നമ്മൾ പറഞ്ഞു? ദ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് വിൽ റിമെയിൻ ഫിക്സഡ് unless additional capital is brought in or a part of capital is permanently withdrawn. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഈ ക്യാപിറ്റൽ അക്കൗണ്ട് ഫിക്സഡ് ആയിട്ട് നിൽക്കും ഏത് കാര്യങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ പുതുതായി ക്യാപിറ്റൽ കൊണ്ടുവരികയോ ഉള്ള ക്യാപിറ്റൽ ഒരു ഭാഗം പിൻവലിക്കുകയോ ചെയ്യുന്നില്ല എങ്കിൽ, ഈ 2 സംഭവങ്ങൾ നടക്കുന്നില്ലെങ്കിൽ ക്യാപിറ്റൽ ബാലൻസ് ഫിക്സഡ് ആയിരിക്കും. ഓക്കെ, the capital account always shows a credit balance. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ അക്കൗണ്ട് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും ഉണ്ടാവുക. അതേസമയം ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ചിലപ്പോൾ ലോസ് ഒക്കെ കൂടുതൽ വന്നാൽ, അല്ലെങ്കിൽ ഡ്രോയിങ്സ് ഒക്കെ കൂടുതൽ വന്നാൽ, ചിലപ്പോൾ ക്രെഡിറ്റ് ബാലൻസിന് പകരം ഡെബിറ്റ് ബാലൻസും വന്നെന്നിരിക്കും. പക്ഷേ ഇവിടെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ടിന് ഒരിക്കലും ഡെബിറ്റ് ബാലൻസ് വരില്ല. ഓൾവേസ് ഇറ്റ് ഷോസ് എ ക്രെഡിറ്റ് ബാലൻസ്. അപ്പോൾ അടുത്തത് all yearly adjustments like share of profit or loss, drawings, interest on capital, interest on drawings, salary or commission of partners, etc. are recorded in the current account of the partner. എല്ലാ വാർഷിക അഡ്ജസ്റ്റ്മെൻറ്റ്സും, എല്ലാ വർഷവും ആവർത്തിക്കുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സ്
ഷെയർ ഓഫ് പ്രോഫിറ്റ്, ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഒരു സെപ്പറേറ്റ് അക്കൗണ്ടിൽ ഓരോ പാർട്ട്ണർക്കും വേണ്ടി തയ്യാറാക്കുന്ന കറൻറ്റ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യും. ഓക്കെ, അതാണ് 2 അക്കൗണ്ട് എന്ന് പറയാനുള്ള കാരണം. The current account may show either a credit balance or a debit balance. കറണ്ട് അക്കൗണ്ടിന് ഒന്നുകിൽ ക്രെഡിറ്റ് ബാലൻസ് വരാം അല്ലെങ്കിൽ ഡെബിറ്റ് ബാലൻസ് വരാം. അത് ഐറ്റംസിൻ്റെ എമൗണ്ട് അനുസരിച്ച് വ്യത്യാസപ്പെടാം. The current account with credit balance will appear on the liability side of the balance sheet and the current account with debit balance will appear on the asset side of the balance sheet. ബാലൻസ് ഷീറ്റിൻ്റെ ഏത് സൈഡിലാണ് വരുന്നതെന്ന് ഓർത്തിരിക്കണം. കറണ്ട് അക്കൗണ്ടിൻ്റെ ബാലൻസ് കണ്ടുപിടിക്കുമ്പോൾ, ക്ലോസിംഗ് ബാലൻസ് കണ്ടുപിടിക്കുമ്പോൾ ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ അതിന് ക്രെഡിറ്റ് ബാലൻസ് വരും. അങ്ങനെ വരുന്ന കറണ്ട് അക്കൗണ്ട് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ പോകണം. അതുപോലെ തിരിച്ചാണെങ്കിൽ ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ഡെബിറ്റ് ബാലൻസ് വരും. ഡെബിറ്റ് ബാലൻസ് ഉള്ള കറണ്ട് അക്കൗണ്ട് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലേക്കാണ് പോകേണ്ടത്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തഡ് ഇസ് ഫോളോഡ് ഓൺലി ഇഫ് ദർ ഈസ് സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻ ഇൻ ദ ക്വസ്റ്റ്യൻ. അത് ഓർത്തിരിക്കണം. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എങ്കിൽ ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. ഓക്കെ, ഇനി ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ഉള്ള ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് സ്ക്രീനിൻ്റെ ഇടതുവശത്ത് തന്നിട്ടുണ്ട്. ഓക്കെ, വലതുവശത്ത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലുള്ള 2 അക്കൗണ്ടുകൾ ഏതൊക്കെയാണ്? പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടും പാർട്ട്ണറുടെ കറണ്ട് അക്കൗണ്ടും തന്നിട്ടുണ്ട്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ അതേ ഐറ്റംസാണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലും വരുന്നത്. പക്ഷേ അത് പോകേണ്ട അക്കൗണ്ടുകൾ, റെക്കോർഡ് ചെയ്യേണ്ട അക്കൗണ്ടുകൾ തമ്മിൽ വ്യത്യാസമുള്ളൂ അല്ലേ? ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എല്ലാം കൂടി ഒറ്റ അക്കൗണ്ടിലാണ് റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ അത് 2 അക്കൗണ്ടുകളിലായിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് ഇതിൽ ഓരോ ഐറ്റവും എടുക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഏത് സൈഡിലാണോ ഒരു ഐറ്റം ഉള്ളത് അതേ സൈഡിൽ തന്നെയാണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലും ആ ഐറ്റം റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, അത് കറണ്ട് അക്കൗണ്ടിലാണെങ്കിലും അതേ സൈഡിൽ തന്നെ, അതുപോലെ ക്യാപിറ്റൽ അക്കൗണ്ടാണെങ്കിലും അതേ സൈഡിൽ തന്നെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് എങ്ങനെയാണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ആ 2 അക്കൗണ്ടുകളിലേക്കും ഐറ്റംസ് പോകുന്നത് എന്ന് നോക്കാം. ഒന്നാമത്തെ ഐറ്റം ഏതാണ്? ക്രെഡിറ്റ് സൈഡിൽ ബൈ ബാലൻസ്, ബ്രോട്ട് ഡൗൺ, ഓപ്പണിംഗ് ബാലൻസ് അല്ലേ? ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് അത് ഏത് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യും? തീർച്ചയായും ഏത് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യണം? ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ അതങ്ങോട്ട് നമ്മൾ എഴുതും. ഓക്കെ, ഇനി അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരുന്ന രണ്ടാമത്തെ എൻട്രി ബൈ ക്യാഷ് ഓർ ബാങ്ക് അഡീഷണൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഫ്രഷ് ക്യാപിറ്റൽ കൊണ്ടുവരുന്നു. ഈ വർഷം തുടങ്ങിയ ബിസിനസ് ആണെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് കാണില്ല, പകരം ഈ ക്യാപിറ്റൽ ഈ വർഷം കൊണ്ടുവന്ന എൻട്രിയാണ് കാണുന്നത്. അതെവിടെ റെക്കോർഡ് ചെയ്യും? അതും ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെയാണ് പുതുതായി ക്യാപിറ്റൽ കൊണ്ടുവന്നാലും റെക്കോർഡ് ചെയ്യുന്നത്. വീണ്ടും ക്യാപിറ്റൽ പിൻവലിക്കുകയാണെങ്കിൽ വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്നതാണ് അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരുന്നതും പിൻവലിക്കുന്നതും. അപ്പോൾ ഇവിടെ പിൻവലിക്കുകയാണെങ്കിൽ അതും ക്യാപിറ്റൽ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യും. ഏത് സൈഡിൽ? ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ കളർ മാറ്റി കൊടുക്കാനുള്ള കാരണം എന്താണ്? ഈ 2 ഐറ്റംസ് അഡീഷണൽ ക്യാപിറ്റലും വിത്ഡ്രോവൽ ഓഫ് ക്യാപിറ്റലും അത് വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്നതാണ്. അത് രണ്ടും ഇല്ലെങ്കിൽ ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞ് നമ്മൾ എഴുതിയ ഓപ്പണിംഗ് ബാലൻസ് തന്നെയായിരിക്കും ടു ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് എഴുതിയ ക്ലോസിംഗ് ബാലൻസ്. അതുകൊണ്ടാണ് അതിനെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇനി അവശേഷിക്കുന്ന ഐറ്റംസ് എങ്ങോട്ടാണ് പോകേണ്ടത്? യെസ്, പാർട്ട്ണറുടെ കറണ്ട് അക്കൗണ്ടിൽ. ഏത് സൈഡിൽ നിന്നാണോ വരുന്നത് അതേ സൈഡിലേക്ക് തന്നെ പോകണം. ഓക്കെ, കറണ്ട് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഓൾറെഡി ഇവിടെ കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കറണ്ട് അക്കൗണ്ടിൻ്റെ ബാലൻസ് ഉണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിലും, ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡിലും വരും. ഓക്കെ,
ഇനി നമ്മൾ ഈ വർഷത്തെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ, ഷെയർ ഓഫ് പ്രോഫിറ്റ്, ഈ 4 ഐറ്റംസ് അത് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ് നമ്മൾ റെക്കോർഡ് ചെയ്യുമായിരുന്നു. അത് എങ്ങോട്ടെടുക്കും? അതേ സൈഡിൽ തന്നെ, പക്ഷേ കറണ്ട് അക്കൗണ്ടിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെടുത്ത് കറണ്ട് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഡെബിറ്റ് സൈഡിൽ ഇനി അവശേഷിക്കുന്നുള്ളൂ അല്ലേ? അപ്പോൾ ആ ഡെബിറ്റ് സൈഡിലുള്ളത് എങ്ങോട്ട് വരും? അതും കറണ്ട് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക് നമ്മൾ എടുക്കും. ഏതൊക്കെയാണ്? ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഷെയർ ഓഫ് ലോസ് അല്ലേ? അതിനുശേഷം അക്കൗണ്ട് ബാലൻസ് ചെയ്യും. ബാലൻസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതലെങ്കിൽ ടു ബാലൻസ് ക്യാരിഡ് ഓൺ ക്ലോസിംഗ് ബാലൻസ് എഴുതും, ഇഫ് ക്ലോസിംഗ് ക്രെഡിറ്റ് ബാലൻസ്. ഇനി ഡെബിറ്റ് സൈഡിലാണ് കൂടുതലെങ്കിൽ ബൈ ബാലൻസ് ക്യാരിഡ് ഓൺ, ഇഫ് ക്ലോസിംഗ് ഡെബിറ്റ് ബാലൻസ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ അക്കൗണ്ടുകൾ തയ്യാറാക്കുന്നത്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ പാർട്ട്നേഴ്സിൻ്റെ അക്കൗണ്ടുകൾ ഇങ്ങനെ ആണ് കാണപ്പെടുക. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബൈ ബാലൻസ്, ബ്രോഡ് ഡൗൺ, ഓപ്പണിംഗ് ബാലൻസ്, അഡീഷൻ ക്യാപിറ്റൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ബൈ ക്യാഷ് ഓർ ബാങ്ക്, അഡീഷൻ ക്യാപിറ്റൽ പിൻവലിക്കുന്നുണ്ടെങ്കിൽ, ഡ്രോയിങ്സ് അല്ല, ഡ്രോയിങ്സ് കറണ്ട് അക്കൗണ്ടിലാണ് എഴുതുന്നത്. ക്യാപിറ്റൽ വിത്ഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്, പെർമനൻറ്റ് വിത്ഡ്രോൽ ഓഫ് ക്യാപിറ്റൽ, എന്നിട്ട് ബാലൻസ് ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് ക്യാരിഡ് ഓൺ ചെയ്യും. ടു ബാലൻസ് ക്യാരിഡ് ഓൺ ക്ലോസിംഗ് ബാലൻസ് എമൗണ്ട് എഴുതും. ഓക്കെ, കറണ്ട് അക്കൗണ്ടിൽ ബൈ ബാലൻസ്, ബ്രോഡ് ഡൗൺ, ക്രെഡിറ്റ് സൈഡിൽ ഇഫ് ക്രെഡിറ്റ് ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് ആണെങ്കിൽ ബൈ ബാലൻസ്, ബ്രോഡ് ഡൗൺ എന്ന് എഴുതും. ഓക്കെ, ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ ടു ബാലൻസ്, ബ്രോഡ് ഡൗൺ എന്ന് ഡെബിറ്റ് സൈഡിൽ എഴുതും. ഇത് രണ്ടും കൂടെ ഒരു വർഷം സംഭവിക്കില്ല, ഏതെങ്കിലും ഒരു ബാലൻസേ ഉണ്ടാവുകയുള്ളൂ, ഒന്നുകിൽ ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ്. ക്രെഡിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ, ഷെയർ ഓഫ് പ്രോഫിറ്റ് അത് എഴുതുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വഴിയാണ്. ഡെബിറ്റ് സൈഡിൽ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, ഷെയർ ഓഫ് ലോസ്. അവിടെയും ആ ഷെയർ ഓഫ് ലോസും ഷെയർ ഓഫ് പ്രോഫിറ്റും ഒരേ വർഷം സംഭവിക്കില്ല, ഏതെങ്കിലും ഒരു വർഷം വരികയുള്ളൂ. ഓക്കെ, അതിനുശേഷം അക്കൗണ്ട് ബാലൻസ് ചെയ്യും. ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ഡെബിറ്റ് സൈഡിൽ ടു ബാലൻസ് ക്യാരിഡ് ഓൺ എഴുതും, ഇഫ് ക്രെഡിറ്റ് ക്ലോസിംഗ് ബാലൻസ്. വീണ്ടും ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ ബൈ ബാലൻസ് ക്യാരിഡ് ഓൺ എന്ന് എഴുതും. ഓക്കെ, ക്രെഡിറ്റ് ഡെബിറ്റ് ക്ലോസിംഗ് ബാലൻസ് ആണെങ്കിൽ. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരേ വർഷം സംഭവിക്കില്ല അല്ലേ? ഒന്നുകിൽ എന്തായിരിക്കും? ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ഇനി നമ്മൾ പഠിക്കുന്നത് ഡിഫറൻസസ് ബിറ്റ്വീൻ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആൻഡ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ ഡിഫറൻസ്, നമ്പർ ഓഫ് അക്കൗണ്ട്സ്. ഒന്ന്, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ only one account, that is capital account, is prepared for each partner. Okay, അതേസമയം ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ 2 accounts for each partner, that is capital account and current account. Okay, രണ്ടാമത്തെ ഡിഫറൻസ്, ഇയർലി അഡ്ജസ്റ്റ്മെൻറ്റ് എവിടെ റെക്കോർഡ് ചെയ്യും? വർഷം തോറും ആവർത്തിക്കുന്ന ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, സാലറി, കമ്മീഷൻ, അങ്ങനെയുള്ള ഇയർലി അഡ്ജസ്റ്റ്മെൻറ്റ്സ് എവിടെ റെക്കോർഡ് ചെയ്യും? ഏത് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യും? ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ അത് റെക്കോർഡ് ചെയ്യാൻ ഒറ്റ അക്കൗണ്ടേ ഉള്ളൂ അല്ലേ? ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ റെക്കോർഡഡ് ഇൻ ദ ക്യാപിറ്റൽ അക്കൗണ്ട്സ്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ അതെല്ലാം ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. അതേസമയം ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ ഇയർലി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ലൈക്ക് ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, സാലറി എക്സെട്ര ആർ റെക്കോർഡഡ് ഇൻ ദ കറൻറ്റ് അക്കൗണ്ട്സ്. കറൻറ്റ് അക്കൗണ്ട്സിലാണ് ഈ പറഞ്ഞ വാർഷിക അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ക്യാപിറ്റൽ ബാലൻസ് ഫിക്സഡ് ആയിട്ട് നിൽക്കുന്നത്. മൂന്നാമത്തത് ഫിക്സഡ് ബാലൻസ്. ഫിക്സഡ് ബാലൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വ്യത്യാസമുണ്ട്. ക്യാപിറ്റൽ ബാലൻസ് ഇസ് നോട്ട് ഫിക്സഡ്, ഇറ്റ് ഫ്ലക്ച്വേറ്റ്സ് ഓർ ചേഞ്ചസ് ഫ്രം ഇയർ ടു ഇയർ. ഇതിൻ്റെ കാര്യത്തിൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ അവിടെ അത് ഫിക്സഡ് അല്ല, ഒരിക്കലും ഫിക്സഡ് അല്ല, അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, വർഷം തോറും മാറിക്കൊണ്ടിരിക്കും അല്ലേ? നമ്മൾ കണ്ടതാണ്. അതേസമയം ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ ക്യാപിറ്റൽ ബാലൻസ് വിൽ റിമെയിൻ ഫിക്സഡ്
ക്യാപിറ്റൽ ബാലൻസ് ഈസ് ഫിക്സഡ് അൺലെസ് അഡീഷൻ ടു ഓർ വിത്ഡ്രോവൽ ഓഫ് ക്യാപിറ്റൽ. അതായത് ക്യാപിറ്റൽ പുതുതായി കൊണ്ടുവരികയോ ഉള്ള ക്യാപിറ്റൽ പിൻവലിക്കുകയോ ചെയ്തിട്ടില്ല എങ്കിൽ ക്യാപിറ്റൽ ബാലൻസ് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. നമ്മൾ പറഞ്ഞതാണ്. നാലാമത്തത്, ക്രെഡിറ്റ് ബാലൻസ് ആണോ ക്യാപിറ്റൽ അക്കൗണ്ടിന് എപ്പോഴും ഉണ്ടാവുക എന്നുള്ള കാര്യത്തിലുള്ള ഡിഫറൻസ് ആണ്. ഓക്കെ, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമുക്കങ്ങനെ പറയാൻ പറ്റില്ല അല്ലേ, എല്ലായ്പ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആവും എന്ന് പറയാൻ പറ്റില്ല അല്ലേ. ഏതെങ്കിലും വർഷം ഭീമമായ നഷ്ടമുണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ഷെയർ നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതും അല്ലേ, അല്ലെങ്കിൽ ഡ്രോയിങ്സ് വലിയൊരു തുക നടത്തുകയാണെങ്കിൽ അത് നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതും. അങ്ങനെ ഡെബിറ്റ് സൈഡിൻ്റെ ടോട്ടൽ ക്രെഡിറ്റ് സൈഡിൻ്റെ ടോട്ടലിനേക്കാളും ഏതെങ്കിലും വർഷം വന്നാൽ അതിന് ഡെബിറ്റ് ബാലൻസ് വരാൻ സാധ്യതയുണ്ട് സംടൈംസ് അല്ലേ. അതാണ് ഇവിടെ പറയുന്നത്, ക്യാപിറ്റൽ അക്കൗണ്ട് മേ സംടൈംസ് ഷോ എ ഡെബിറ്റ് ബാലൻസ്. എല്ലായ്പ്പോഴും ഉണ്ടാവണം എന്നല്ല പറഞ്ഞിരിക്കുന്നത്, അപൂർവമായി ഇങ്ങനെയും സംഭവിക്കാം. ദെൻ അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓൾവേസ് ഷോസ് എ ക്രെഡിറ്റ് ബാലൻസ്. കാരണം എന്താണ്, അതിനകത്ത് മറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് കൊണ്ടുവന്ന ക്യാപിറ്റൽ അതേപടി അതിനകത്ത് ക്രെഡിറ്റ് ബാലൻസ് ആയിട്ട് തന്നെ തുടരും. ഓക്കെ, ഈ 4 ഡിഫറൻസസ് ആണ് ഈ 2 മെത്തേഡ്സും തമ്മിൽ ഉള്ളത്. അടുത്ത് നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലെ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. ക്വസ്റ്റ്യൻ വായിക്കാം. റാം ആൻഡ് റഹീം ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഈക്വലി. ഈക്വൽ പാർട്ട്നേഴ്സാണ് റാമും റഹീമും. ദർ ക്യാപിറ്റൽ ബാലൻസസ് ഓൺ 1/1/19 were rupees 1 lakh and rupees 80,000 റെസ്പെക്റ്റീവ്ലി. അവരുടെ ക്യാപിറ്റൽ ബാലൻസ് 1/1/2019 തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഈസ് അലൗഡ് അറ്റ് 8% per annum on capital. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 8% per annum ആണ്. റാം ഗെറ്റ്സ് എ സാലറി ഓഫ് rupees 1,000 per month. ഒരു മാസത്തെ സാലറിയാണ് റാമിൻ്റേത് തന്നിരിക്കുന്നത്. ഒരു വർഷത്തെ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഒരു മാസത്തെ കണക്കല്ല നമ്മൾ തയ്യാറാക്കുന്നത്, ഒരു വർഷത്തെ മൊത്തം സാലറി കണ്ടുപിടിച്ച് അതിൻ്റെ എമൗണ്ടാണ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എഴുതേണ്ടത്. ഓക്കെ, റഹീം ഗെറ്റ്സ് എ കമ്മീഷൻ ഓഫ് rupees 50,000 ഫോർ ദ ഇയർ. കമ്മീഷൻ ഓഫ് റഹീം അല്ലേ, അത് ഒരു വർഷത്തെ കമ്മീഷനാണ്, അത് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ദ ഡ്രോയിങ്സ് ഡ്യൂറിങ് ദ ഇയർ വേർ rupees 4,000 and rupees 3,000 റെസ്പെക്റ്റീവ്ലി. അവരുടെ ഡ്രോയിങ്സ് 4,000 3,000 ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് റാം rupees 200 ആൻഡ് റഹീം 150. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് തന്നിട്ടുണ്ട്. രാമിൻ്റേത് 200 രൂപയും റഹീമിൻ്റേത് 150 രൂപയും. ദ പ്രോഫിറ്റ് ഓഫ് ദ ഫേം ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ് വാസ് rupees 60,000. ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം ശേഷമുള്ള പ്രോഫിറ്റ് 60,000 ഇപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമുക്ക് തന്നത് എങ്ങനെയാണ്, ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓരോരുത്തരുടെയും തരികയാണ് ചെയ്തത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ആകെ പ്രോഫിറ്റാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ പ്രോഫിറ്റിനെ എന്ത് ചെയ്യണം, അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നമ്മൾ വീതിച്ചെടുക്കണം. അതിൻ്റെ വർക്കിംഗ് നോട്ട് നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. പ്രിപ്പയർ ദെയർ അക്കൗണ്ട്സ് ആൻഡ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഫോർ ദ ഇയർ എൻഡിങ് 31/12/2019. ഈ ക്വസ്റ്റ്യൻ നമ്മൾ വിശദമായി വിശകലനം ചെയ്യുകയും അതിൻ്റെ വർക്കിംഗ് നോട്ട് തയ്യാറാക്കി ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആൻസർ എഴുതുന്നത്. ഓക്കെ, പ്രോഫിറ്റ്സും ലോസസും ഈക്വലി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈക്വലി എന്നുള്ളത് അവരുടെ റേഷ്യോയാണ് 1:1. 2 പേരിലേ ഉള്ളൂ. ദെൻ റാം ഗെറ്റ്സ് എ സാലറി ഓഫ് rupees 1,000 per month. 1000 രൂപയാണ് ഒരു മാസത്തെ സാലറി. അപ്പോൾ ഒരു വർഷത്തെ കണക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സാലറി ഓഫ് റാം ഷുഡ് ബി കാൽക്കുലേറ്റഡ്. അത് കാൽക്കുലേറ്റ് ചെയ്യണം. 1000 ഇൻറ്റു എത്ര മാസം, 12 മാസം. ഓക്കെ, റഹീമിൻ്റെ കമ്മീഷൻ ഒരു മാസത്തെ അല്ല ഒരു വർഷത്തെയാണ് തന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് പ്രോഫിറ്റ് ഓഫ് ദ ഫേം ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ് വാസ് rupees 60,000. കഴിഞ്ഞ ക്വസ്റ്റ്യന് നമുക്ക് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലെ ചോദ്യത്തിൻ്റെ അകത്ത് എങ്ങനെയാണ് തന്നത്, അവിടെ തന്നത് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓരോരുത്തരെയും സെപ്പറേറ്റ് തന്നു അല്ലേ. ഇവിടെ അങ്ങനെയല്ല തന്നിരിക്കുന്നത്, ഇവിടെ ആകെ പ്രോഫിറ്റ് ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ഫേമിൻ്റെ പ്രോഫിറ്റാണ് 60,000. ഓക്കെ, അതെങ്ങനെ ഷെയർ ചെയ്യണം, അത് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഷെയർ ചെയ്യണം. അത് എത്രയാണ്, ആണ് ആദ്യത്തെ സെൻറ്റൻസ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്, ഈക്വലി. ഓക്കെ, അപ്പോൾ ആ കാര്യം നമ്മൾ നോട്ട് ചെയ്ത് പിന്നെ ഏത് മെത്തേഡാണെന്നുള്ളത് നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാൽക്കുലേഷൻസ് വർക്കിംഗ് നോട്ടായിട്ട് നമ്മൾ കാണിക്കുന്നു. രാം റഹീം പാർട്ട്നേഴ്സാണ്. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈക്വൽ, ദാറ്റ് ഈസ് 1:1. So Ram's share of profit is 60,000 into 1/2.
തുല്യമായിട്ട് വിധിക്കുമ്പോൾ 1/2 കിട്ടും അല്ലേ, ₹30,000. റഹീംസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് 60,000 ഇൻറ്റു 1/2 ₹30,000. നേരത്തെ ഇങ്ങനെ വീതിച്ച ഷെയർ ഓഫ് പ്രോഫിറ്റാണ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമുക്ക് തന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, പ്രോഫിറ്റ് ആകെ തന്നിട്ടുണ്ട്, അതിനെ നമ്മളിവിടെ വീതിച്ചെടുക്കണം. ക്ലിയർ? രണ്ടാമത്തത് റാംസ് സാലറി ഫോർ 2019. 2019 മൊത്തം സാലറി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഒരു മാസത്തേതാണ് തന്നിരിക്കുന്നത്. അത് പലപ്പോഴും കുട്ടികൾ തെറ്റിച്ച് കളയുന്ന ഒരു ഐറ്റമാണ്. 1,000 പെർ മന്ത് എന്നുള്ളത് അവർ വായിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യും? 1,000 എഴുതി വെക്കും. അപ്പോൾ അവസാനം ക്യാപിറ്റൽ ബാലൻസ് തെറ്റിപ്പോകും. ഓക്കെ, 1,000 പെർ മന്ത് വളരെ ശ്രദ്ധിച്ച് നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കണം. 1,000 ഇൻറ്റു 12, അതാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. 12 ഇൻറ്റു മന്ത്ലി സാലറി, ദാറ്റ് ഈസ് 12 ഇൻറ്റു 1,000 rupees, 12,000. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ മൂന്നാമത്തത്. ഇവിടെ അഡീഷണൽ ക്യാപിറ്റൽ ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ നേരിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അത് ഇവിടെ സെപ്പറേറ്റ് കാണിക്കണമെന്നില്ല, ക്യാപിറ്റൽ അക്കൗണ്ടിൽ വെച്ച് കാൽക്കുലേഷൻ കാണിച്ചാലും മതി. റാം 1 lakh ഇൻറ്റു 8/100, 8,000. റഹീം 80,000 ഇൻറ്റു 8/100, 6,400. മനസ്സിലായല്ലോ? ഇനി നമ്മൾ അക്കൗണ്ടുകൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നു. എത്ര അക്കൗണ്ട് തയ്യാറാക്കണം ഓരോ പാർട്ട്ണർക്കും? 2 അക്കൗണ്ടുകൾ. ഏതൊക്കെയാണ്? ഓരോ പാർട്ട്ണർക്കും ക്യാപിറ്റൽ അക്കൗണ്ടും വേണം, കറണ്ട് അക്കൗണ്ടും വേണം. ആദ്യം നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട്സ് വരയ്ക്കുന്നു. ക്യാപിറ്റൽ അക്കൗണ്ട്സിൽ രണ്ടുപേരുടെ ഒന്നിച്ചാണ് വരയ്ക്കുന്നത്. അതുപോലെ തന്നെയാണ് രണ്ടുപേരുടെ ഒന്നിച്ചാണ് കറണ്ട് അക്കൗണ്ടും വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുന്നത് ചെറിയ അക്കൗണ്ട് മതി. കാരണം അധികം അഡ്ജസ്റ്റ്മെൻറ്റ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നില്ല. കാരണം ഏത് മെത്തേഡാണ്? ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡാണ്. ഹെഡിങ് കൊടുക്കുന്നു, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്സ്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കുന്നു. ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് വരേണ്ട ഐറ്റംസ് മാത്രം എടുക്കുന്നു. ക്യാപിറ്റൽ അക്കൗണ്ട് ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട് അല്ലേ, അത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ. റാമിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് 1 lakh, റഹീമിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് 80,000. ഓക്കെ, വേറെ ഏതെങ്കിലും ഐറ്റംസ് ഉണ്ടോ? ക്യാപിറ്റൽ പിൻവലിക്കുകയോ ക്യാപിറ്റൽ പുതുതായി കൊണ്ടുവരികയോ ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. ഡ്രോയിങ്സ് ഉണ്ട്, പക്ഷേ ഡ്രോയിങ്സ് അത് ഇവിടെ വരില്ല, ക്യാപിറ്റൽ പിൻവലിച്ചതല്ല. ഓക്കെ, സാധാരണ ഡ്രോയിങ്സ് ആണ്, അത് കറണ്ട് അക്കൗണ്ടിലാണ് പോകുന്നത്. അപ്പോൾ വേറെ ഐറ്റംസ് ഒന്നുമില്ല. അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്യുന്നു. നോക്കുക, റാമിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ, ടോട്ടൽ ചെയ്യുന്നു. അത് തന്നെ ഡെബിറ്റ് സൈഡിൽ ടോട്ടലായിട്ട് എഴുതുന്നു. ബാലൻസ് ക്യാരി ഡൗൺ എഴുതുന്നു. അവിടെ ഐറ്റംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് 1 lakh തന്നെ ബാലൻസ് വരും അല്ലേ. വീണ്ടും റഹീമിൻ്റെ ക്യാപിറ്റൽ ടോട്ടൽ ചെയ്യുന്നു. അത് തന്നെ ഡെബിറ്റ് സൈഡിൽ ടോട്ടലായിട്ട് എഴുതുന്നു. അവിടെ ഐറ്റംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ബാലൻസ് 80,000 rupees വരുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് തന്നെ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് വന്നു, കണ്ടില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് അതിനെ നമ്മൾ വിളിക്കുന്നത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന്. ഓക്കെ, ഇനി നമ്മൾ കറണ്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. അത് കുറച്ചും കൂടെ വലിയ അക്കൗണ്ട് വേണം. കാരണം എന്താ? അതിൻ്റെ അകത്ത് കുറേ ഐറ്റംസ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് കോളംസ് വരയ്ക്കുന്നു. ഓരോ പാർട്ട്ണർക്ക് ഓരോ എമൗണ്ട് കോളം വെച്ച് വരയ്ക്കുന്നു. 2 സൈഡിലും ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ് മാർക്ക് ചെയ്യുന്നു. ഹെഡിങ് കൊടുക്കുന്നു, പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട്സ്. ഓക്കെ, ഇവിടെ കറണ്ട് അക്കൗണ്ടിന് ഓപ്പണിംഗ് ബാലൻസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ചില ക്വസ്റ്റ്യൻ അത് വരാം. ഈ ക്വസ്റ്റ്യൻ ഏതായാലും തന്നിട്ടില്ല. ഉണ്ടെങ്കിൽ അത് നമ്മൾ എഴുതിയേനെ. ഇവിടെ അതില്ല. അപ്പോൾ അടുത്ത ഐറ്റം ഏതാണ്? ഫസ്റ്റ് ഐറ്റം ഇൻ ദ കറണ്ട് അക്കൗണ്ട്. കറണ്ട് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യേണ്ട ഐറ്റം ആദ്യത്തെ ഐറ്റം ഏതാണ്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. 8,000 റാമിൻ്റേത്, 6,400 റഹീമിൻ്റേത്. നമ്മൾ വർക്കിംഗ് നോട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ നമ്മൾ രണ്ടാമത് കാണിക്കുന്നില്ല. ഇനി അവിടെ ചെയ്തില്ലെങ്കിൽ ഇവിടെ നമുക്ക് കാണിക്കാം. ഓക്കെ, രണ്ടാമത്തെ ഐറ്റം സാലറി. സാലറി ആർക്കാണുള്ളത്? രാമിന് മാത്രമാണ് സാലറി ഉള്ളത് അല്ലേ. സാലറി 1,000 ഇൻ 12, 12,000. റാമിൻ്റെ കോളത്തിൽ എമൗണ്ട് എഴുതുന്നു, റഹീമിൻ്റെ കോളത്തിൽ ഇല്ല. കമ്മീഷൻ ആർക്കാണുള്ളത്? റഹീമിന് മാത്രമാണുള്ളത് അല്ലേ. കമ്മീഷൻ ഒരു വർഷത്തിനാണ് തന്നിരിക്കുന്നത്. കമ്മീഷൻ എത്രയാണ്? 15,000. അപ്പോൾ അത് റെക്കോർഡ് ചെയ്യുന്നു. അപ്പോൾ ഇല്ലാത്ത ഐറ്റംസ് ഇല്ലാത്ത കോളം ഉണ്ടെങ്കിൽ അവിടെ ഒരു വര ഇട്ടിട്ടുണ്ട് നമ്മൾ അല്ലേ, മാറിപ്പോകാതിരിക്കുന്നു. വീണ്ടും നമ്മൾ അടുത്ത ഐറ്റം എടുക്കുന്നു, ഡ്രോയിങ്സ് അല്ലേ.
ഡ്രോയിങ് സൈഡ് പോവും, ഡെബിറ്റ് സൈഡിലാണ് പോകേണ്ടത്. ക്യാപിറ്റലിൽ നിന്ന് കുറയേണ്ട ഐറ്റമാണ് ഡെബിറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യുന്നു. 4,000, 3,000. ഓക്കെ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് തന്നിട്ടുണ്ട്, കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 200, 150. എല്ലാ ഐറ്റംസും ആയോ? ഇല്ല. അവസാനം ഒരു ഐറ്റം തന്നിട്ടുണ്ട് അല്ലേ? എന്താണ്? പ്രോഫിറ്റ് ഓഫ് ദ ഫേം. അത് നമ്മൾ ഷെയർ ചെയ്ത് വർക്കിംഗ് നോട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? പ്രോഫിറ്റ് ഓഫ് ദ ഫേം അവർ ഈക്വൽ പാർട്ട്നേഴ്സ് ആയിരുന്നു ഷെയർ ചെയ്തെടുത്തു. കറണ്ട് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വരും. ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ബ്രാക്കറ്റിൽ ഷെയർ ഓഫ് പ്രോഫിറ്റ്. അതെങ്ങനെ കണ്ടുപിടിച്ചു? 60,000-നെ 1:1 വീതിച്ചു. 60,000 പ്രോഫിറ്റ്, അതിനെ 1:1 വീതിച്ചു. 30,000 രാമിൻ്റെ ഷെയർ, 30,000 റഹീമിൻ്റെ ഷെയർ. എല്ലാ ഐറ്റംസും ആയല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യും? ആ സാധാരണ ബാലൻസ് ചെയ്യുന്ന പോലെ ബാലൻസ് ചെയ്യും. റാമിൻ്റെ കോളം ആദ്യം എടുക്കും. ടോട്ടൽ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ നമുക്കറിയാം. രണ്ട് സൈഡിലും 50,000 രൂപ ടോട്ടൽ എഴുതുന്നു. ബാലൻസ് ക്യാരിഡ് ഓൺ എന്ന് എഴുതി. 50,000 4,200 കുറച്ച് 45,800 റാമിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് എഴുതുന്നു. ഓക്കെ. ക്രെഡിറ്റ് ബാലൻസ് ആണുള്ളത്, ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. വീണ്ടും റഹീമിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്, കാരണം ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. 51,400. 51,400-ൽ നിന്ന് 3,150 കുറച്ചാൽ 48,250. രണ്ടുപേരുടെയും കറണ്ട് അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, അത് ഹോംവർക്കാണ്, തന്നെ ചെയ്ത് നോക്കണം. Arun and Bashir are partners sharing profits and losses equally. Their capital balances on 1,119, 2 lakh and rupees 1 lakh respectively. Interest is allowed on capital at the rate of 6% per annum. Capital തന്നിട്ടുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ റേറ്റ് തന്നിട്ടുണ്ട്. അരുൺ ഗെറ്റ്സ് എ കമ്മീഷൻ ഓഫ് rupees 8,000. അരുണിന് കമ്മീഷൻ. ഓക്കെ. ബഷീർ ഗെറ്റ്സ് എ സാലറി ഓഫ് rupees 1,500 പെർ മന്ത്. ഒരു മാസം 1,500. അപ്പോൾ നമ്മൾ വർക്കിംഗ് നോട്ട് തയ്യാറാക്കുമ്പോൾ 1,500 × 12 എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ എമൗണ്ട് വേണം സാലറി ആയിട്ട് എഴുതാൻ. Their drawings during the year were rupees 8,000 and rupees 6,000 respectively. ഡ്രോയിങ്സ് അരുണിൻ്റേത് 8,000-ഉം ബഷീറിൻ്റേത് 6,000-ഉമാണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അരുൺ 300, ബഷീർ 200. അതും തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓണും ഡ്രോയിങ്സും തന്നിട്ടുണ്ട്. പ്രോഫിറ്റ് ഓഫ് ദ ഫേം ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ് വാസ് rupees 80,000. ആകെ പ്രോഫിറ്റാണ് തന്നിരിക്കുന്നത്. അതിനെ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ വീതിക്കണം. അതിവിടെ എത്രയാണ്? ഒന്നാമത്തെ സെൻറ്റൻസ് പറഞ്ഞിട്ടുണ്ട്, ഈക്വലി. പ്രിപ്പയർ ദെയർ അക്കൗണ്ട്സ് അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഫോർ ദ ഇയർ എൻഡിങ് 31/12/2019. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ അവരുടെ അക്കൗണ്ട്സ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടുകളും കറണ്ട് അക്കൗണ്ടുകളും തയ്യാറാക്കണം. ഇത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. ഓക്കെ.